എല്ലാ പ്രിയപ്പെട്ടവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ SCRT സീരീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് പരിചയപ്പെട്ടു. 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് ഇപ്പം കടക്കാൻ പോകുന്നത്. 4ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പൂക്കാം കായ്ക്കാം. ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പുഷ്പം, ഫലം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് പരിചയപ്പെട്ട് പോകാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ള കണ്ടന്റുകൾ എന്ന് പരിചയപ്പെട്ട് പോവാം. നോക്കി, ആദ്യം ഒരു പൂവിന്റെ ചിത്രം കൊടുത്തുകൊണ്ട് പൂക്കളുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. പൂക്കളുടെ ഭാഗങ്ങളിലെ പേരുകൾ കൊടുത്ത് മനസ്സിലാക്കി വെക്കുക. ജനിപുടം കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ അടുത്തായിട്ട് കേസരപുടം കാണാം നിങ്ങൾക്ക്. വിതളപുടം കാണാം, വിതളം അല്ലെങ്കിൽ വിതളപുടം കാണാം. പുഷ്പാസനം കാണാം, പൂഞ്ഞെട്ട് കാണാം, ദളപുടം കാണാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓരോന്നിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാലോ നമുക്ക്. ഇതാ നോക്കിയേ നിങ്ങൾ. ഒന്നാമത്തെ കാര്യം, പൂഞ്ഞെട്ട് എന്ന് പറയുന്ന ഭാഗം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പൂഞ്ഞെട്ട്? പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഏതുണ്ടാവുക? പൂഞ്ഞെട്ട് ഉണ്ടാവുക. ഓക്കെ, പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അറിയാവുന്ന കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെ. നെക്സ്റ്റ്, പുഷ്പാസനം കണ്ടില്ല, 2ാമത്തെ ഭാഗമാണ് പുഷ്പാസനം. ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പുഷ്പാസനം നിങ്ങൾക്ക് കാണാം. അവിടെ മനസ്സിലാക്കി വെക്കുക, പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഒരു ഇരിപ്പിടമാകാണ് ആര് ചെയ്യുന്നത്? പുഷ്പാസനം ചെയ്യുന്നത്. പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് തണ്ടുമായി ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഒരു ഇരിപ്പിടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി വിതളപുടം നോക്കിയാൽ നിങ്ങൾ, ഇതാ ഈ ഭാഗമാണ് വിതളപുടം. ഈ കാണുന്ന ഈ ഭാഗമാണ് വിതളപുടം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണ് വിതളങ്ങൾ എന്ന് പറയുന്ന സംഭവം രൂപപ്പെട്ടത്. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ആ വിതളപുടം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്. ആ മുട്ടാകുന്ന സമയത്ത് പൂവിന്റെ മുട്ടിനെ സംരക്ഷിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? വിതളപുടം. അത് പൊട്ടി പുറത്തേക്ക് വന്നിട്ടാണ് പൂ പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുകൊള്ളണം. ഓക്കെ, അങ്ങനെയാണ് വിതളപുടം മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? അടുത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ, ദളപുടം എന്ന് പറയുന്ന ഭാഗം കണ്ടില്ലേ നിങ്ങൾ? അതായത് പൂവിന്റെ ദളങ്ങളുണ്ട് അല്ലെ. ആ ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ഏത്? ദളപുടം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദളപുടം എന്ന് പറഞ്ഞാൽ ദളങ്ങൾ കൂടിച്ചേർന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് നിറമൊക്കെ ഉണ്ടാകുന്ന ആ ഭാഗം, മെയിനായിട്ടുള്ള നിറമുള്ള ആ ഭാഗമാണ് ഇത് ദളപുടം. ഓക്കെ, അപ്പോൾ ദളം, ദളപുടം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ്, കേസരപുടം. കേസരപുടം എന്ന് പറയുന്നത് ഇതാ ചിത്രത്തിൽ കാണാം. കേസരപുടം എന്ന് പറയുന്ന ഭാഗം ഇതാ അല്ലേ. കേസരപുടം എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കേസരപുടം എന്താണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോളാം, കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. കുറേ കേസരങ്ങൾ കൂടി ചേർന്നിട്ട് ആണ് ഏതുണ്ടാകുന്നത്? കേസരപുടം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. കുറേ കേസരങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത കാര്യം നോക്കിയേ. കേസരപുടം എന്ന് പറഞ്ഞാൽ പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ഇത് കേസരപുടം. ഓക്കെ, കിട്ടിക്കോളണം. ഈ ഭാഗം അങ്ങോട്ടേക്ക് നമുക്ക് വേണം. ആൺ പ്രത്യുൽപാദന ഭാഗത്തിന്റെ പേരാണ് കേസരപുടം. ഇനി ജനിപുടം എന്ന് പറഞ്ഞാൽ ഇതാ, ജനിപുടം എന്ന് പറയുന്നത് ഇതാ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഈ ഭാഗം. ജനിപുടം കണ്ടല്ലോ, ചിത്രത്തിൽ കണ്ടല്ലോ ജനിപുടം. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ജനിപുടം? ജനിപുടം എന്ന് പറഞ്ഞാൽ പെൺ പ്രത്യുൽപാദന ഭാഗത്തിന്റെ പേരാണ് ജനിപുടം എന്ന് പറയുന്നത്. അപ്പോൾ ജനിപുടത്തിൽ ഒന്നിലധികമോ ജനികൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. കാണാമല്ലോ, ഇവിടെ ജനികൾ കാണാം. ഒന്നിലധികമോ ജനികൾ കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. കിട്ടിയോ? ആ രീതിയിലാണ് പൂവിന്റെ ഭാഗങ്ങളെ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്നത്. അടുത്തായിട്ട്, എന്താണ് ഒരു പൂർണ്ണ പുഷ്പം എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കുകയാണ്. അതായത് വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങൾ. ഏതൊക്കെയാ? വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണപ്പെടുന്നത്. 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ എന്തു പറയാം? പൂർണ്ണ പുഷ്പം എന്ന് പറയാം. കിട്ടിയല്ലോ? അതാണ് ഒരു പൂർണ്ണ പുഷ്പത്തിന്റെ ഡെഫിനിഷൻ. ആ 4 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. സിമ്പിൾ കാര്യം. ഓക്കെ, ഏതൊക്കെ ഉണ്ടാവണം? വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം. അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ പൂർണ്ണ പുഷ്പം എന്ന് പറയാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് നീലക്കുറിഞ്ഞി എന്നുള്ളൊരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പശ്ചിമഘട്ടത്തിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന കേട്ടോ നീലക്കുറിഞ്ഞി. അപ്പോൾ നീല നിറത്തിൽ നീലക്കുറിഞ്ഞി ഉണ്ടാകുന്നുണ്ട്.
അതായത് സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ വരെ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലും കാണപ്പെടുന്നതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ പ്രധാനപ്പെട്ട സവിശേഷത ഇവ 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുക, കൂട്ടമായിട്ട് പൂടുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഏകദേശ മാസങ്ങൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെയാണ് ആ കൂട്ടത്തോടെ പൂക്കുന്ന കാലഘട്ടം. 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നീലക്കുറിഞ്ഞിയായിട്ട് ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ അധിക വായനയ്ക്കായിട്ടുള്ള കാര്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി കണ്ടു ചെയ്തോളാം. ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. കിട്ടിയോ? എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. കിട്ടിയല്ലോ. അടുത്തത് ബാക്കിയുള്ള ഭാഗം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. കേസരി എന്താണ്, ജനി എന്താണ് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. കേസരപുടവും ജനിപുടവും ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസരത്തിൻ്റെയും ജനിയുടെയും ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം ആദ്യം തന്നെ ഞാൻ മുന്നോട്ട് വെച്ചേക്കുന്നത്. അവിടെ കേസരത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്തുകം കാണാം. കേസരത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ തന്തുകം എന്നുള്ളൊരു ഭാഗം കാണാം. അതേപോലെ തന്നെ പരാഗി എന്നുള്ളൊരു ഭാഗവും കാണാം. ഇനി ജനിയുടെ ഭാഗമായിട്ട് ഓവ്യൂൾ ഉണ്ട്. ജനിയുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓവ്യൂളാണ്. ഓവ്യൂള്. അതിനുശേഷം കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാ? അണ്ഡാശയം. അതിനുശേഷവും ജനിതണ്ട്. അതിനുശേഷം ഏതാ? പരാഗണ സ്ഥലം. ഇതൊക്കെയാണ് ഏതിൻ്റെ ഭാഗങ്ങൾ? ജനിയുടെ ഭാഗങ്ങൾ. കേസരത്തിൻ്റെ ഭാഗങ്ങളും ജനിയുടെ ഭാഗങ്ങളൊക്കെ കിട്ടിയോ? അടുത്തതായിട്ട് എന്താണ് കേസരപുടം എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണ്. കേസരപുടം എന്ന് പറഞ്ഞാൽ കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. അപ്പോൾ കേസരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ കേസരപുടം എന്ന് പറയുന്നത് സിമ്പിൾ ഡെഫിനിഷൻ. നെക്സ്റ്റ് കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. 2 ഭാഗങ്ങളുണ്ട്. കേസരത്തിന് 2 ഭാഗങ്ങൾ, പരാഗിയും അതേപോലെ തന്നെ തന്തുകവും 2 ഭാഗങ്ങൾ. മനസ്സിലായല്ലോ? ചിത്രത്തിൽ കണ്ടതാണല്ലോ. അവിടെ പരാഗിയിലെ അറകളാണ് പരാഗരേണുക്കൾ. അപ്പൊ എന്താ പരാഗരേണുക്കൾ? പരാഗിയിലെ അറകളിലാണ് എന്ത് കാണപ്പെടുക? പരാഗരേണുക്കൾ കാണപ്പെടുക. അപ്പൊ പരാഗരേണുക്കൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഇത്. അതാണ് പരാഗി രേണുക്കൾ പരാഗി കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പുംബീജത്തെ. അതായത് ആൺബീജമാണല്ലോ, ആൺബീജകോശമാണ് ഇത് പുംബീജം. അപ്പൊ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. അപ്പോൾ പരാഗരേണുക്കളുടെ ധർമ്മം എന്താ? പുംബീജത്തെ വഹിക്കുകയാണ്, അല്ലെങ്കിൽ ആൺബീജകോശത്തെ വഹിക്കുക എന്നുള്ള ധർമ്മമാണ് ആർക്കുള്ളത്? പരാഗരേണുക്കൾക്കുള്ളത്. പരാഗരേണുക്കൾ എവിടെ കാണപ്പെടുന്നുണ്ട്? പരാഗിയിലെ അറകളിൽ കാണപ്പെടുന്നുണ്ട്. കിട്ടിയല്ലോ. അപ്പൊ കേസരപുടം എന്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് ഒരു പൂവിൻ്റെ ജനിപുടത്തെ കുറിച്ച് നോക്കാം നമുക്ക്. ജനിപുടം എന്ന് പറയുമ്പോൾ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം എന്നുള്ളത് നേരത്തെ പരിചയപ്പെട്ടു പോയി. അതിൻ്റെ അകത്ത് ജനിയിൽ പരാഗണ സ്ഥലം, സ്റ്റിഗ്മ, അതേപോലെ തന്നെ ജനിതണ്ട്, അതേപോലെ തന്നെ അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഓവിയോളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അതായത് പെൺബീജകോശത്തെ വിളിക്കുന്ന പേരാണെന്ത്? അണ്ഡം. അണ്ഡം കാണപ്പെടുന്നത് എവിടെയാ? ഓവിയൂളിനുള്ളിലാണ്. ഓവിയൂൾ എവിടെയാണ് കാണപ്പെടുന്നത്? അണ്ഡാശയത്തിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ജനിപുടവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കാനുള്ളത്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ കേസരപുടം, ജനിപുടം എന്നിവയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോളണേ. നെക്സ്റ്റ്, ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കേസരം എന്ന രീതിയിൽ ചോദ്യം ഇവിടെ ഉണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾക്ക് ചേർന്ന കേസരം? കേസരം എന്ന് പറഞ്ഞാൽ പരാഗി, തന്തുകം ഇവ ചേർന്നാണ് ഇത് കേസരം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണപ്പെടുന്നത് പരാഗിയിലെ അറകളിലാണ്. കണ്ടില്ലേ? പരാഗി ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് പരാഗി. മുകൾ ഭാഗത്തുള്ളതാണ് പരാഗി. ആ പരാഗിക്കുള്ളിലാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക? പരാഗരേണുക്കൾ കാണാൻ പറ്റുക. ക്ലിയർ? നെക്സ്റ്റ്, ജനിയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ജനിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാ? ഇതാ, അതായത് പരാഗണ സ്ഥലമുണ്ട്, ജനിതണ്ടുണ്ട്, അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്. ഇതാ, അണ്ഡാശയത്തിനകത്ത് ഓവ്യൂൾ കാണപ്പെടുന്നുണ്ട്. എന്നുള്ള കാര്യമൊക്കെ ഞാൻ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഓവ്യൂളിനുള്ളിലായിട്ട് അണ്ഡങ്ങൾ കാണപ്പെടാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ ജനിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടല്ലോ. നെക്സ്റ്റ്, പെൺബീജം കാണപ്പെടുന്നത് എവിടെയാ? പെൺബീജം കാണപ്പെടുന്നത് ഇതാ ഓവ്യൂളിനകത്ത് ഈ ഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നെന്ന് മനസ്സിലാക്കി വെക്കുക.
ജനി പെൺബീജം കാണപ്പെടുന്നു. ജനിപുടത്തിനുള്ളിൽ ഓവികളിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? പെൺബീജം കാണപ്പെടുന്നത്. കിട്ടിയല്ലോ. നെക്സ്റ്റ്, പൂക്കളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് പൂക്കളെ രണ്ട് രീതി കാണാൻ പറ്റും. ഏകലിംഗ പുഷ്പങ്ങളും അതേപോലെ തന്നെ ദ്വിലിംഗ പുഷ്പങ്ങളും. അതായത് കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോളണം. ഒരു കേസരപുടം, ജനിപുടം, ഓക്കെ, ഇത് രണ്ടും ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഒരു പുഷ്പത്തിൽ കാണപ്പെടുകയാണെങ്കിൽ, അത് ഒരു പൂവ് കാണുകയാണെങ്കിൽ ഏകലിംഗ പുഷ്പം എന്ന് കാണാം. ഏകലിംഗ പുഷ്പം എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇതേപോലെ തന്നെ രണ്ടും, അതായത് കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നത് ഒരേ പൂവിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. രണ്ടും കാണപ്പെടുകയാണെങ്കിൽ എന്ത് പറയാം? ദ്വിലിംഗ പുഷ്പം എന്ന് പറയാം. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് രണ്ടും കാണപ്പെടാം. ഓക്കെ, അതേപോലെ തന്നെ ഒന്ന് മാത്രം കാണപ്പെടുകയാണെങ്കിൽ എന്ത് പറയാം? ഏകലിംഗ പുഷ്പം. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഒന്ന് മാത്രമാണെങ്കിൽ ഏകം, രണ്ടും കാണപ്പെടുകയാണെങ്കിൽ ദ്വിലിംഗം. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ആ രീതിയിലുള്ള പദങ്ങളൊന്ന് പരിചയപ്പെട്ട് വെച്ചോളാം. എന്നുവെച്ച് ഏകലിംഗ പുഷ്പങ്ങളുടെ എക്സാമ്പിൾസ് പരിചയപ്പെടാൻ ഇവിടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏകലിംഗത്തിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് പാവലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാവലാണ് കൊടുത്തിട്ടുള്ളത്. ദ്വിലിംഗ പുഷ്പങ്ങളുടെ എക്സാമ്പിളായിട്ട് ചെമ്പരത്തിയും കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ബേസ് ആയിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് പരിചയപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ടേബിളിൽ ഞാൻ പറയാത്തത്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഏതൊക്കെയാണ് ഏകലിംഗ പുഷ്പം, ദ്വിലിംഗ പുഷ്പം എന്നുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത് ചെടികളിലും ആണും പെണ്ണും കാണപ്പെടുന്നുണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ ജന്തുജാലങ്ങളെ പോലെ തന്നെ ചെടികളിലും ആണും പെണ്ണും കാണപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളും നമുക്ക് ചുറ്റുപാടുമുണ്ട്, ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നേരത്തെ ഏകലിംഗ പുഷ്പം, ദ്വിലിംഗ പുഷ്പം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ ആൺസസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ എന്ത് പറയാം? പെൺസസ്യങ്ങൾ എന്നും പറയുന്നുണ്ട്. സിമ്പിളാണ് കാര്യം. ഓക്കെ, ആൺപുഷ്പങ്ങൾ മാത്രമാണെങ്കിൽ എന്ത് പറയാം? ആൺപൂക്കൾ മാത്രമാണെങ്കിൽ ആൺസസ്യങ്ങൾ, പെൺപൂക്കൾ മാത്രമാണെങ്കിൽ പെൺസസ്യങ്ങൾ എന്ന് പറയാം. കിട്ടിയല്ലോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ തരംതിരിച്ച പോലെ തന്നെ ഏകലിംഗ പുഷ്പം, അതേപോലെ തന്നെ ദ്വിലിംഗ പുഷ്പം എന്ന് തരംതിരിച്ചതുപോലെ തന്നെ നമ്മൾ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും പരിചയപ്പെടുകയാണ്. ഓക്കെ, അതായത് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഏതെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? ഏകലിംഗ സസ്യം എന്ന് വിളിക്കുന്നു. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്താ? ദ്വിലിംഗ സസ്യം, അതായത് ആൺപൂക്കളും പെൺപൂക്കളും ഒരു സസ്യത്തിൽ തന്നെ കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ദ്വിലിംഗ സസ്യം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കിക്കോ, ഉദാഹരണങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിക്കോ. ഒന്നാമത്തേതായിട്ട് ഏകലിംഗത്തിന് എക്സാമ്പിളാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ. ഇവയൊക്കെ എന്താ? ഏകലിംഗ സസ്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. നമ്മൾ ചില സസ്യങ്ങളൊക്കെ നടുന്ന സമയത്ത്, ജാതിയൊക്കെ നടുന്ന സമയത്ത് ഒരു മരം മാത്രം നട്ട് കഴിഞ്ഞാൽ ജാതി മരങ്ങളിൽ കായ ഉണ്ടാവില്ല കേട്ടോ. അതായത് ആൺപൂവും പെൺപൂവും രണ്ട് സസ്യങ്ങളിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പരാഗണം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആൺപൂവും പെൺപൂവും രണ്ടുമുള്ള സസ്യങ്ങൾ വേണം. അതായത് രണ്ടും ഒന്ന് കാണപ്പെടില്ല. അപ്പോൾ രണ്ട് സസ്യങ്ങൾ കൂട്ടി ഒരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അത്തരം കായകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകലിംഗ സസ്യത്തിന് എക്സാമ്പിളാണ് ജാതി എന്ന് മനസ്സിലാക്കി വെക്കുക. കുടംപുളി, ഈന്തപ്പന, പപ്പായ. പപ്പായയിലൊക്കെ നമ്മൾ സാധാരണ നട്ട് വളർത്താറുള്ളത് പെൺ സസ്യങ്ങളെയാണ്, അല്ലെങ്കിൽ എന്ത് പറയാം, പെൺ സസ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? പപ്പായ ഇനത്തിലൊക്കെ മെയിനായിട്ട് നമ്മൾ നട്ട് വളർത്താറൊക്കെ ഉള്ളത്. ഓക്കെ, ആൺസസ്യങ്ങളാണ് നമ്മൾ അങ്ങനെ വളർത്താറൊന്നുമില്ല. ഓക്കെ, ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങൾ ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് എക്സാമ്പിളാണ് വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ്. ഇവയിലൊക്കെ എന്തുണ്ടാവും? ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരം സസ്യങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് വിളിക്കാം. കിട്ടിയോ? അടുത്ത കാര്യം, പരാഗണം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഭാഗം പരിചയപ്പെടുന്നു. ഓക്കെ, പരാഗണം എന്ന് പറഞ്ഞാൽ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. ഓക്കെ, പരാഗിയിൽ എന്തുണ്ടാവും? പരാഗരേണുക്കൾ ഉണ്ടാവും. ആ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തെത്തണം.
ഓക്കെ, ആ രീതിയിൽ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പരാഗി എന്നുള്ള ഭാഗം ഇവിടെയുണ്ട് അല്ല, പരാഗി എന്നുള്ള ഭാഗം കാണാമല്ലോ. ആ പരാഗിയിൽ നിന്ന് എന്താണ് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തെത്തിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പരാഗണം എന്ന് വിളിക്കാം. അത്രയേ ഉള്ളൂ ഈ ഭാഗത്തുള്ള കാര്യം. നെക്സ്റ്റ് അടുത്ത കാര്യം, പരാഗണം നടത്തുന്ന രണ്ട് സസ്യങ്ങളുടെ ചിത്രമൊക്കെ കൊടുത്തിട്ട് അത് ഏതിലൂടെയൊക്കെയാണ് പരാഗണം നടത്തുന്നത് എന്നുള്ള കാര്യം പാഠപുസ്തകത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, ജലം അല്ലെങ്കിൽ മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യമാണ് ഏത്? കുരുമുളക് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ്. ഏതിന്? അതായത് കുരുമുളകൊക്കെ നന്നായിട്ട് തിരിയൊക്കെ ഇടണമെങ്കിൽ, അതായത് നന്നായിട്ട് വിളവൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ നന്നായിട്ട് മഴ കിട്ടുന്ന കാലഘട്ടമാണെങ്കിൽ നന്നായിട്ട് എന്ത് കാണാൻ പറ്റും? വിളവൊക്കെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഞങ്ങളിൽ കാറ്റ് വഴിയാണ് പരാഗണം നടത്തുന്നത് എന്നുള്ള കാര്യം പറയുന്നു. ആര്? നെല്ലൊക്കെ കണ്ടിട്ടില്ലേ? അത് ആടിക്കുഴി എന്നൊക്കെ കണ്ടില്ലേ? നല്ല കാറ്റടിക്കുന്ന സമയത്ത് പരാഗണം നടത്തുക എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കിട്ടിക്കോളും. ഓക്കെ, ആ രീതിയിലാണ് നെല്ലിൻ്റെ കാര്യം കുരുമുളകിൻ്റെ കാര്യവും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. കിട്ടണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളകിലാണെങ്കിൽ മഴ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ. നെക്സ്റ്റ് അടുത്തായിട്ട് നെല്ലാണെങ്കിൽ അത് കാറ്റിലൂടെയാണ് നടത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകുന്നത്. കിട്ടിയല്ലോ. അടുത്ത കാര്യം, വാനിലയുടെ കാര്യം. വാനിലയുടെ കാര്യം പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏത്? വാനില എന്ന് പറയുന്നത്. അതിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്ക കേട്ടോ. വാനിലയുടെ ജന്മദേശം തെക്കേ അമേരിക്ക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ ഭാഗത്തേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. ഓക്കെ, വാനിലയിൽ സാധാരണ രീതിയിൽ പരാഗണം നടത്താറുള്ളത് തേനീച്ചയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തില്ല? ഇത്തരത്തിലുള്ള തേനീച്ചകൾ കാണൂല. അതായത് തെക്കേ അമേരിക്കയിലാണ് ജന്മദേശം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നമ്മുടെ നാട്ടിൽ ഇത്തരം തേനീച്ചകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്രിമമായിട്ട് പരാഗണം നടത്തി കൊടുത്താൽ മാത്രമാണ് ഇത്തരം സസ്യങ്ങൾ പുഷ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉൽപാദനം നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ വാനില പോലെയുള്ള സസ്യങ്ങൾ എന്ത് നടത്താറുണ്ട്? കൃത്രിമ പരാഗണം നടത്താറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അപ്പോൾ കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് ഇത് വാനില. വാനിലയുടെ ജന്മദേശമാണ് തെക്കേ അമേരിക്ക. ഒരു സുഗന്ധ വ്യഞ്ജനത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകാനുള്ളത്. നെക്സ്റ്റ്, സ്വപരാഗണവും പരപരാഗണവും അങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. ഓക്കെ, ആ രീതിയിൽ സ്വന്തമായിട്ട് പരാഗണം നടത്തുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ സ്ഥലത്തോ പരാഗണം നടത്തുന്നത് എന്ത് പറയാം? സ്വപരാഗണം എന്ന് പറയാം. ഇനി ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത്, ഓക്കെ, അവിടെ പതിക്കുന്നതിന് എന്ത് പറയാം? പരപരാഗണം. ഓക്കെ, അതായത് മറ്റൊരു ചെടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? പരപരാഗണം എന്ന് പറയാം. ഒരേ ചെടിയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്വപരാഗണം എന്ന് പറയാം. കിട്ടിയോ? നെക്സ്റ്റ്, പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി എന്നൊരു ഭാഗവും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അതായത് സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏത് കാരണമാകുന്നുണ്ട്? പരപരാഗണം സാധ്യമാകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ചില സസ്യങ്ങളിൽ പൂക്കളിൽ ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. ഓക്കെ, അവക്കാഡോയിൽ ജനിപുടത്തിൻ്റെയും കേസരത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അപ്പോൾ രണ്ട് സസ്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന് സൂര്യകാന്തി, അതേപോലെ തന്നെ അവക്കാഡോ. ഈ രണ്ട് സസ്യങ്ങളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടാനുള്ളത്. ഓക്കെ, അങ്ങനെ മറ്റൊരു സസ്യം ഇവിടെ പറയുന്നുണ്ട്, മെന്തോനി എന്ന് പറയുന്ന സസ്യം. ഓക്കെ, മെന്തോനിയിൽ സ്വപരാഗണം തടയുന്നതിനായിട്ട് കേസരവും ജനിപുടവും രണ്ട് ദിശയിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ രീതിയിൽ പരപരാഗണത്തെ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ്
ആ രീതിയിൽ പരപരാഗണം നടന്നാലാണ് അത്തരം ചെടികളിൽ എന്തുണ്ടാവുള്ളൂ, വൈവിധ്യമാർന്നുള്ള ഇനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് ബീജസങ്കലനം എന്നുള്ള ഭാഗത്തേക്ക് പോകാം നമുക്ക്. ഓക്കെ, എന്താണ് ബീജസങ്കലനം എന്ന് നോക്കിക്കും നിങ്ങൾ. പരാഗണത്തിന് ശേഷം, അതായത് പരാഗരേണുക്കൾ എവിടെ എത്തുന്നു, നമ്മുടെ പരാഗരേണുക്കൾ വന്നിട്ട് എവിടെ എത്തുന്നു, പരാഗണ സ്ഥലത്തെത്തുന്നു. അപ്പോൾ ആ രീതിയിലാണ് ആദ്യം തന്നെ എന്ത് നടക്കുന്നത്, ബീജസങ്കലനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് നടക്കുന്നത്. പരാഗണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, പരാഗരേണു ജനിതണ്ടിലൂടെ, ജനിതണ്ട് എന്ന് പറയുന്ന ഭാഗം ഇതാ, ആ ജനിതണ്ടിലൂടെ എന്ത് ചെയ്യുന്നു, ജനിതണ്ട് എന്ന് പറയുന്ന ഭാഗം ഇതാ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരുക ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, ചിത്രത്തിൽ കാണാൻ പറ്റുന്നതൊക്കെ പരാഗരേണു താഴേക്ക് വളരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ നാളിയിലെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നു. ആ രീതിയിൽ പുംബീജം അണ്ഡവുമായി ചേർന്നിട്ട് സിക്താണ്ഡമാകുന്ന പ്രക്രിയനെ നമുക്കെന്ത് വിളിക്കാം, ബീജസങ്കലനം എന്ന് പറയാം. ഓക്കെ, അപ്പം പുംബീജം അണ്ഡാശയവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയനെ നമുക്കെന്ത് വിളിക്കാം, ബീജസങ്കലനം എന്ന് വിളിക്കാം. കിട്ടിയല്ലോ. അങ്ങനെയുള്ള കാര്യമാണ് ഈ ഭാഗത്തിലൂടെ ബീജസങ്കലനം എന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ്, ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായിട്ട് വളരും. ഓക്കെ, സിക്താണ്ഡം ഭ്രൂണമായിട്ട് വളരും. അതേപോലെ തന്നെ ഓവിയൂള് വിത്തായിട്ടും അണ്ഡാശയം ഫലമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ എന്താ മാറുന്നത്, സിക്താണ്ഡം എന്തായിട്ട് മാറുന്നു, ഭ്രൂണമായിട്ട് മാറുന്നു. ഓവിയൂള് വിത്തായിട്ട് മാറുന്നു. അണ്ഡാശയോ ഫലമായിട്ട് മാറുന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, അതിനുശേഷമുള്ള പ്രക്രിയ എന്ന് മനസ്സിലാക്കി വെച്ചോളണം. കിട്ടിയോ? അതിനുശേഷം ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം മനസ്സിലാക്കി വെച്ചില്ല. അപ്പോൾ അണ്ഡാശയം ഫലമായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണ് ഏതുണ്ടാകുന്നത്, ഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബീജസങ്കലന സമയത്തുള്ള ഈ അണ്ഡങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അണ്ഡാശയത്തിൻ്റെ എണ്ണം, ഓക്കെ, അതും അതേപോലെ തന്നെ അണ്ഡാശയത്തിൻ്റെ എണ്ണവും അതേപോലെ തന്നെ ഫലങ്ങളുടെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതാണ് ലഘുഫലം. അപ്പോൾ ലഘുഫലം എന്താണെന്ന് പറഞ്ഞു, ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണെങ്കിൽ എന്ത് പറയാം, ലഘുഫലം എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നിലധികം ഫലങ്ങൾ ഉണ്ടാകും. ആ രീതിയിലുള്ള സംഭവം എന്താണെന്നുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. ആ രീതിയിൽ ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പുഞ്ചഫലങ്ങൾ. എന്താ വിളിക്കുന്നത്, പുഞ്ചഫലങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സീതപ്പഴം എന്ന് പറയുന്നത് പുഞ്ചഫലത്തിന് എക്സാമ്പിൾ ആട്ടോ. സീതപ്പഴം എന്ന് പറയുന്നത് പുഞ്ചഫലമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് കാര്യം മനസ്സിലാക്കി വെക്കുക, ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളാണ് എന്ത്, പുഞ്ചഫലങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, പക്ഷേ അടുത്തൊരു കാര്യം മനസ്സിലാക്കി വെച്ചോളണം, ബീജസങ്കലനമായിട്ട് ബന്ധപ്പെട്ട് ആ ബീജസങ്കലനം നടക്കാത്ത ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഓക്കെ, ബീജസങ്കലനം നടക്കാത്ത സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, അണ്ഡാശയം ഫലമായിട്ട് മാറും. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. എക്സാമ്പിൾസ് നോക്കിക്കോ. എക്സാമ്പിൾസ് ആണ് കൈതച്ചക്ക, വാഴപ്പഴം, ഇതിൻ്റെയൊക്കെ എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെ ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. എന്താണ് പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ, ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയങ്ങൾ ഫലമായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അതാണ് പാർത്തനോകാർപ്പി. കിട്ടിയല്ലോ. പിന്നെ നമ്മുടെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, വിത്തില്ലാത്ത ഫലങ്ങൾ പ്രകൃതിയാൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ കൃത്രിമമായിട്ടും ഇവ ഉണ്ടാക്കാറുണ്ട്. അതായത് വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൃത്രിമമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിന് എക്സാമ്പിളാണ്. ഓക്കെ, അതെല്ലാം പാർത്തനോകാർപ്പി തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഒന്നിലൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചുകൊള്ളണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നെക്സ്റ്റ് അടുത്തായിട്ട് പൂങ്കുലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഒരു മാവിൻ്റെ ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാവിലെ പൂങ്കുല നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കുറേ മാങ്ങകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? അങ്ങനെ വേറിട്ടല്ലേ കാണപ്പെടുന്നത്? എന്നാൽ പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് ഒറ്റ ഫലമായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലം ആകുന്നതാണ് സംയുക്ത ഫലം. ഓക്കെ, അപ്പോൾ സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ് ഏതൊക്കെ? കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ചീമച്ചക്ക. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ്. ചക്ക തന്നെ ഏതിന് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെക്കുക. സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ്. എന്താ സംയുക്ത ഫലം എന്ന് മനസ്സിലായോ? സംയുക്ത ഫലം എന്ന് പറഞ്ഞാൽ ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലം ആകുന്ന ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് സംയുക്ത ഫലം. കിട്ടിയോ? നെക്സ്റ്റ് അടുത്ത കാര്യം, കപട ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. കപട ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് കശുമാങ്ങയും അണ്ടിയും കാര്യമാണ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. ഓക്കെ, കശുമാങ്ങയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കുക, എല്ലാ ഫലങ്ങളും അണ്ടാശയം വളർന്നാണോ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ ഫലങ്ങളും അണ്ടാശയം വളർന്നിട്ടാണോ ഉണ്ടാകുന്നത്? അതായത് സാധാരണ പൂക്കളിൽ അണ്ടാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത്. സാധാരണ അങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു വന്നു നമ്മൾ അല്ല. എന്നാൽ ചില സസ്യങ്ങളിൽ അണ്ടാശയം അല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും എന്ത് ചെയ്യാറുണ്ട്? മറ്റു ഭാഗങ്ങളും ഫലമായിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള ഫലങ്ങളെയാണ് നമ്മൾ കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അതായത് കശുമാങ്ങ അവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പൂ ഞെട്ട് വളർന്നാണ് ഫലമായിട്ട് മാറുന്നത്. കശുമാവിൽ എന്താ സംഭവിക്കുന്നത്? പൂ ഞെട്ട് വളർന്നിട്ട് ഫലമായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ കപട ഫലത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതിനാണ്? കശുമാങ്ങ തന്നെയാണ്. അതേപോലെ തന്നെ ആപ്പിള്, സബർജല്, ഈ സംഭവങ്ങളൊക്കെ കപട ഫലങ്ങൾക്ക് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ എക്സാമ്പിൾ? ഒന്ന് കശുമാവ്, കശുമാങ്ങ, അതേപോലെ തന്നെ ആപ്പിള്, സബർജലി, ഇതൊക്കെ എന്താണ്? കപട ഫലങ്ങൾക്ക് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അവിടെ ആപ്പിളും സബർജലിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ പുഷ്പാസനം വളർന്നിട്ടാണ് എന്തുമായിട്ട് മാറുന്നത്? ഫലമായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? കപട ഫലങ്ങൾ എന്ന രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കപട ഫലത്തിന് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെച്ചോളണേ. നെക്സ്റ്റ് ഫ്ലോറികൾച്ചർ എന്നൊരു ഭാഗം പരിചയപ്പെടണമല്ലോ നമ്മൾ. ആ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? പുഷ്പകൃഷി അല്ലെങ്കിൽ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഫ്ലോറികൾച്ചർ എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ആ രീതിയിൽ ചോദിക്കാൻ ചോദിച്ചാണ് ഫ്ലോറികൾച്ചർ പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആ പരിപാലനമാണ് എന്ന് പറയുന്നത് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആന്തൂറിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വായിച്ചു പോകാൻ കുട്ടികൾ പറയുന്നുണ്ട്. അത് അധിക വായനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആന്തൂറിയായിട്ട് ബന്ധപ്പെട്ട വസ്തുത. അതായത് ആന്തൂറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാ. പുഷ്പകൃത കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യമാണ് ആന്തൂറിയം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപാന്തരം പ്രാപിച്ച ഇലകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ ഭാഗമായിട്ട് മാറുന്നത്. അതായത് പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ സഹപത്രം? പൂവിനോട് ചേർന്ന് കിടക്കുന്ന നിറമുള്ള ഭാഗങ്ങളെ എന്ത് വിളിക്കുന്നത്? സഹപത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കാണാം അല്ലെ, ആ പൂവിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ട്? സഹപത്രം കാണാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് അടുത്തായിട്ട് പരാഗണകാരികളെ ആകർഷിക്കുക എന്നതാണ് സഹപത്രങ്ങളുടെ ധർമ്മം. എന്താ സഹപത്രങ്ങളുടെ ധർമ്മം? പരാഗകാരികളെ ആകർഷിക്കുക. ഓക്കെ, നമ്മുടെ വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ വാഴേൻ്റെ ഒക്കെ ആ കൂമ്പൊക്കെ കാണാൻ പറ്റും അല്ലേ, ആ ഭാഗത്ത് എന്ത് കാണാൻ പറ്റും? ആ രീതിയിൽ സഹപത്രം കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മെയിനായിട്ടും ഈ ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടത് പൂവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഫലങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പൂക്കാം കായ്ക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി മറ്റുള്ള ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.